ഇവിടെ ഒരു ഫാമിലി രാത്രി ഭയങ്കര ഇടിയും മഴയുമായതുകൊണ്ട് വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. പിറ്റേന്ന് നോക്കുമ്പോൾ മരം വീണ് വീടിന്റെ ഗ്ലാസ് തകർന്നിരിക്കുന്നു. മാത്രമല്ല ലേക്കിന് നടുക്കായി ഭയങ്കര പുകയും കാണുന്നു. കാറ്റും മഴയും ഉണ്ടായതിന്റെ ഫലമായിരിക്കുമെന്ന് വിചാരിച്ച് അവരത് കാര്യമാക്കുന്നില്ല. ഡേവിഡ് നെയ്ബറിന്റെ ഒപ്പം മകനെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നു. അതേസമയം അവർ വന്ന ഭാഗത്തേക്ക് പോലീസും ഫയർ എഞ്ചിനും പോകുന്നു. മാത്രമല്ല ടൗണിൽ ഡേഞ്ചർ സൈറൺ മുഴങ്ങുന്നു. പെട്ടെന്നൊരു ഷോപ്പിനകത്തേക്ക് ഓടി വന്ന് പുറത്തെ പുകയിൽ എന്തോ ഉണ്ടെന്ന് പറയുന്നു. ആരും അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ അയാൾ പറഞ്ഞതുപോലെ തന്നെ പല തരത്തിലുള്ള മോൺസ്റ്റേഴ്സിനെ അവർ കാണുന്നു. അപ്പോഴാണ് ആ ഷോപ്പിലുണ്ടായിരുന്ന ഒരു സോൾജർ ഒരു കാര്യം പറയുന്നത്. കുറച്ച് ശാസ്ത്രജ്ഞർ ഒരു റിസർച്ച് നടത്തിയതിന്റെ ഫലമായി വേറൊരു ലോകത്തിന്റെ വിൻഡോ ഓപ്പൺ ചെയ്തു. അവിടെ നിന്നാണ് ഈ വിചിത്രമായ മോൺസ്റ്റേഴ്സ് വന്നിരിക്കുന്നത്. ഡേവിഡും കുറച്ചുപേരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ച് പുറത്തേക്ക് വരുന്നു. പക്ഷെ അവർ 5 പേർക്ക് മാത്രമാണ് അവിടെ നിന്ന് കാറിൽ കയറി രക്ഷപ്പെടാനായത്. പക്ഷെ ഒരു ഘട്ടത്തിൽ കാറിന്റെ പെട്രോൾ തീർന്ന് സ്റ്റോപ്പ് ആവുന്നു. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് തന്റെ ഒപ്പം ഉണ്ടായിരുന്ന 4 പേരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് മോൺസ്റ്റർ തന്നെ അറ്റാക്ക് ചെയ്യുന്നതിനായി കാറിന് പുറത്തിറങ്ങി നിൽക്കുന്നു. മോൺസ്റ്ററിന്റെ ശബ്ദം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നോക്കുമ്പോൾ അത് മോൺസ്റ്റർ ആയിരുന്നില്ല. സോൾജേഴ്സ് ആളുകളെ രക്ഷിച്ചുകൊണ്ടുവരികയാണ്.